മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ രക്ഷാകർത്താക്കൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ യൂട്യൂബ് അപ്ലോഡ് ചെയ്ത ഒരു ചെറിയ സന്ദേശം കുറേ രക്ഷാകർത്താക്കളെ സ്വാധീനിച്ചു എന്ന് ഇമെയിൽ വഴിക്കും യൂട്യൂബിലെ എൻ്റെ പ്രഭാഷണത്തിൻ്റെ ചുവട്ടിലുള്ള കമൻ്റ് വഴിക്കും മനസ്സിലാക്കാൻ സാധിച്ചു. അവർ പലരും പറഞ്ഞത് സാറിൻ്റെ പ്രഭാഷണം കേട്ടതിന് ശേഷം ഒന്ന് മനസ്സിലായി, മാറണം, കുട്ടികളോടുള്ള അപ്രോച്ചിൽ അടിമുടി മാറ്റം ഉണ്ടാവണം, കുട്ടികളല്ല മാറേണ്ടത്, ഞങ്ങളാണ് മാറേണ്ടത്. ഇങ്ങനെ ധാരാളം പേര് കമൻ്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്നലെ ഒരു സ്ത്രീ ദുബായിൽ നിന്നാണെന്ന് തോന്നുന്നു വളരെ ശാന്തമായ ശബ്ദത്തിൽ ചോദിച്ചു, എൻ്റെ അനിയൻ നിരന്തരം മദ്യത്തിന് അഡിക്റ്റാണ്, വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്, സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വേറൊരു സ്ത്രീ വിളിച്ചു ചോദിച്ചു, അമ്പലത്തിൽ ഞാൻ ഐകമത്യ സൂക്തം ചൊല്ലാറുണ്ട്. വേറെ പലരും പറഞ്ഞു അത് അമ്പലത്തിൽ ചൊല്ലരുത് എന്ന്. വേറൊരു സ്ത്രീ വിളിച്ചു പറഞ്ഞിരുന്നു, ഇന്നലെ തന്നെ എൻ്റെ ഭർത്താവ് മരിച്ചത് 10-35 ദിവസം മുമ്പാണ്, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഒരു വീട് പണി, തറ പണിത് കഴിഞ്ഞു, ഇനി ആ വീട് പൂർത്തിയാക്കണമെങ്കിൽ വാസ്തുവിദ്യ നോക്കണമോ? ഞാൻ എന്നും യൂട്യൂബിലൂടെയും അല്ലാതെയും പറയാറുള്ളത്, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള രോഗമാണെങ്കിൽ അതൊരു ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് പരിശോധിച്ചിട്ട് അതിൻ്റെ ചികിത്സാ രീതികൾ ചെയ്യണം. ഈ അനുജൻ മദ്യപിക്കുന്നു എന്നുള്ളത് തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഒരു ഗോപാലകൃഷ്ണൻ ഒന്നും പറയാൻ സാധിക്കില്ല. ആശ്വാസ വാക്കുകളല്ല നിങ്ങൾക്ക് വേണ്ടത്, പ്രശ്നപരിഹാരമാണ് വേണ്ടത്. ഗോപാലകൃഷ്ണന്റെ സിഡിയോ യൂട്യൂബോ കേൾക്കുന്നത് കൊണ്ട് ഞാൻ ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും സമൂഹത്തിനും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ സാധിക്കില്ല. ഒരു ദിവ്യത്വവും ഒന്നുമുള്ള മനുഷ്യനല്ല. ഒരു വ്യക്തിയുടെ ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും അറിയേണ്ടിയിരിക്കുന്നു. നേരെ ഭാരതത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കാനും കുറേയധികം സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ ആയിട്ട് വിദേശത്ത് പോകുമ്പോൾ ഒരു തരത്തില് കുറേ സുഖവും സൗകര്യവും കിട്ടുമ്പോൾ വേറെ എവിടെയെങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് മറക്കരുത്. Whenever the system in equilibrium is disturbed, the system will adjust itself in such a way that effect of the disturbance will be nullified. ആ ഡിസ്റ്റർബൻസ് പോസിറ്റീവും നെഗറ്റീവും തുല്യമായിട്ട് നിൽക്കുമ്പോൾ പോസിറ്റീവ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവും കൂടും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ വി ഹാവ് ഗോട്ട് എ റോങ് നോഷൻ, നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. വി തിങ്ക് ദാറ്റ് ദ ഗുഡ് ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി. നമ്മൾ അറിയാതെ ധരിക്കുന്നു നന്മകൾ നിരന്തരം കൂടുന്നു, ദ ഈവിൾ ഡിക്രീസസ് കണ്ടിന്യൂസ്ലി, തിന്മകൾ നിരന്തരം കുറയുന്നു എന്ന്. യു തിങ്ക് ദാറ്റ് എ ഡേ വിൽ കം ഓൺലി ഗുഡ് വിൽ റിമെയിൻ. നിങ്ങൾ വിചാരിക്കുന്നു നന്മകൾ മാത്രം നിലനിൽക്കുന്ന ഒരു ദിവസം വരുമെന്ന്. റോങ് മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരെ, തെറ്റാണ്. വെൻ ദ ഗുഡ് ഇൻക്രീസസ് ഈവിൾ വിൽ ഓൾസോ ഇൻക്രീസ്. നന്മകൾ വളരുമ്പോൾ അതോടൊപ്പം കുറേ തിന്മകളും വ്യക്തി കുടുംബ ജീവിതങ്ങളിലൊക്കെ ഉണ്ടാവും. അതൊക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ട് വേണം നാടും വീടും സംസ്കാരവും എല്ലാം വിട്ട് എറിഞ്ഞ് എവിടേക്കെങ്കിലൊക്കെ പോകാൻ. അപ്പോൾ ജീവിതത്തിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ ദുഃഖം എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ആയിരിക്കാം, തോന്നലോ യാഥാർത്ഥ്യമോ ആയിരിക്കാം, ആ ദുഃഖം പരിഹരിക്കാൻ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും അവനവൻ തന്നെയാണ്. മറ്റൊരുവനെ ഏൽപ്പിച്ചാൽ, ഒരു ഡോക്ടർ വയറുവേദന എടുക്കുന്നു എന്നൊരു ചോദ്യം രോഗിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് രോഗിയിൽ നിന്ന് കിട്ടിയാൽ
ആ ഡോക്ടർ നൂറുകണക്കിന് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എവിടുന്നാ ഭക്ഷണം കഴിച്ചത്, എന്ത് ഭക്ഷണമാണ് കഴിച്ചത്, കുളിക്കാറുണ്ടോ, മോഷൻ ശരിയാണോ, യൂറിൻ ശരിയാണോ, എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് അതിനൊരു മരുന്ന് എഴുതി കൊടുക്കാം. ശാരീരികമായിട്ടുള്ള കാര്യത്തിന് അതാണ്. പക്ഷേ ശീലങ്ങളിൽ വരുന്ന മാറ്റം, വീട്ടിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല, മദ്യപിക്കുന്നു, ഡ്രഗ് അഡിക്ഷൻ, വേറെ പലതും ചെയ്യുന്നു. ഇതിനൊക്കെ അവർക്കൊരു കാരണം ഉണ്ടാവും. ഇത്രയും കാലം എനിക്ക് ജന്മം നൽകി അമ്മ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അച്ഛൻ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, എൻ്റെ ഭാര്യ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കള് ആയതിനു ശേഷം എൻ്റെ വൈഫിന് എന്നെ ഒരു മൈൻഡും ഇല്ല, എൻ്റെ ഓഫീസർ എന്നോട് പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ്, എൻ്റെ ഓഫീസിൽ ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ ലുക്ക് ശരിയല്ല, എൻ്റെ ശരീരം തടി കൂടിയതാണ് അല്ലെങ്കിൽ മെലിഞ്ഞതാണ്. ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങളായിരിക്കും ഒരു വ്യക്തിയെ മദ്യപാനത്തിലേക്ക് ചെന്നെത്തിക്കുന്നത്. അതിലൊന്നിലും ഗോപാലകൃഷ്ണ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് ഒരു സൊല്യൂഷനും പറയാൻ സാധിക്കില്ല. ഒരിക്കൽ ഞാൻ ഒരു സൊല്യൂഷനും പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുവൻ എനിക്ക് തിരിച്ച് ഇമെയിൽ അയച്ചു, മറ്റുള്ളവന്റെ ദുഃഖങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത നിങ്ങൾ ഈ പൊതുപ്രസംഗവും നടത്തിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നതിൽ എന്തർത്ഥമുള്ളതെന്ന്. അർത്ഥമില്ലായിരിക്കാം, അർത്ഥമുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഏതെങ്കിലും സൊല്യൂഷനൊക്കെ പറഞ്ഞു കൊടുത്ത് ആ സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ആ വീട്ടിൽ വേറെ ഏതെങ്കിലും പ്രശ്നമുണ്ടായാൽ അതെങ്ങനെയാ വ്യാഖ്യാനിക്കപ്പെടുക? അതേപോലെയാണ് രണ്ടാമത്തെ ഇത്, ഭർത്താവ് മരിച്ചു, എനിക്കത് താങ്ങാൻ പറ്റണില്ല, വാസ്തുവിദ്യ നോക്കണമോ? ആ വീട്ടിലുള്ള എല്ലാവരും കൂടി ഇരുന്നത് വാസ്തുവിദ്യ നോക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഞാൻ നോക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ചോദിച്ച സ്ത്രീയുടെ മക്കൾക്ക് ഇതിൽ വിശ്വാസം ഇല്ലാന്ന് വിചാരിക്കുക. ഗോപാലകൃഷ്ണൻ ആരാ പറയാൻ? അയാളെന്താ സർവജ്ഞനോ, അയാൾ വേദവ്യാസനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനെന്തിനാ ഈ ആവശ്യമില്ലാത്തതിനെ കുറിച്ച് കമന്റ് പറയാൻ പോണത്? നിങ്ങളുടെ വീട് പണിയുമ്പോൾ വാസ്തുവിദ്യ നോക്കണോ നോക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. വാസ്തുവിദ്യ എന്താണെന്നുള്ളതും അതിനകത്ത് ഇപ്പൊ നടക്കുന്ന തട്ടിപ്പുകൾ എന്താണെന്നും മുഴുവനും ഞാൻ വിവരിച്ചിട്ടുണ്ട്. അത്രേ എനിക്ക് പറ്റുള്ളൂ. ഇൻഡിവിജ്വലി ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ ആ വീട്ടിനകത്ത് ഞാൻ ചിലപ്പോൾ പ്രശ്ന പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം പുതിയ പ്രശ്നം ഉണ്ടാക്കാതിരിക്കും ചെയ്യുക എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതേപോലെ തന്നെ വേറെ ഓരോ തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട്, ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഞാൻ അമ്പലത്തില് ഐകമത്യ സൂക്തം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പതിവുണ്ടെന്നാ പറയുന്ന ആ സ്ത്രീ. വേദത്തിന്റെ അവസാനത്തെ മന്ത്രം സൂക്തം ഏറ്റവും ഉജ്ജ്വലമാണ്. അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ആരോ ഒരാൾ ഇത് ചൊല്ലരുതെന്ന് പറഞ്ഞോടുകൂടി ആ ചൊല്ലാനുള്ള വിശ്വാസം പോയി. അപ്പൊ ഇത്രയും കാലം ചൊല്ലിയതിന്റെ അർത്ഥം എന്താണ്? ആ വേദമന്ത്രം ആലപിച്ചതിന്റെ അർത്ഥം എന്താണ്? ഒന്നും അറിയാത്തവൻ ഐകമത്യ സൂക്തം അറിയുന്ന ആളെ ഉപദേശിച്ച് ആ അറിയുന്ന ആളെ അറിയാത്തവൻ തെറ്റായിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടുപോയിട്ട് പരിഹാരത്തിന് തിരുവനന്തപുരത്ത് വിളിക്കുക. നിങ്ങൾക്ക് ഐകമത്യ സൂക്തം ചൊല്ലണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചൊല്ലുക. അത് ചൊല്ലണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് ചോദിക്കുക എന്തുകൊണ്ട് ചൊല്ലരുത് എന്നുള്ളത്. അയാൾക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുക. വേണമെങ്കിൽ ഐകമത്യ സൂക്തം ചൊല്ലിയത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒന്നും അറിയാത്തൊരു വ്യക്തി പറയുമ്പോൾ അതാണ് ശരി എന്ന് ധരിച്ചു പോകുന്ന വ്യക്തികള് യഥാർത്ഥത്തിൽ ഐകമത്യ സൂക്തം എന്ന് മാത്രമല്ല ഒന്നും ചെയ്യാതിരിക്കുക നല്ലത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ശരീരത്തിന് മോശമാണെന്ന് പറഞ്ഞാല് അതാണോ ശരി എന്ന് തോന്നുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക. കുളിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല എന്ന് പറയുമ്പോൾ അത് ശരിയാണോ എന്ന് സംശയം തോന്നുന്ന ആള് കുളിക്കാതിരിക്കുക. ശരീരത്തിന് ഡ്രസ്സ് ഇടുന്നത് നല്ലതല്ല, മനുഷ്യൻ ജനിച്ച ഉടനെ നടക്കലാണ് ശരിയായിട്ടുള്ളത് എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ട് അത് ശരിയാണോ എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഡ്രസ്സ് ഇടാതെ നടക്കാം. ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ചൈതന്യം മുഴുവനും പോകും, എങ്കിൽ ഷേവ് ചെയ്യാതിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കില്ല എങ്കിൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരില്ല. നിങ്ങൾ പ്രശ്നം ആരംഭിക്കുന്നത് നാവിലൂടെ കേൾക്കുന്ന വാക്കിലൂടെ അല്ല, ആ മനസ്സിലും നമ്മൾ ജീവിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിലും അവിടെ എല്ലാമുള്ള സംശയങ്ങളും ബാക്കിയുള്ളതൊക്കെയാണ് ഇങ്ങനെ വരുന്നത്.
അതിൽ ഭാര്യയുടെ സ്വാധീനമുണ്ട്, ഭർത്താവിൻ്റെ സ്വാധീനമുണ്ട്, അച്ഛൻ്റെ ഉണ്ട്, അമ്മയുടെ ഉണ്ട്, മക്കളുടെ ഉണ്ട്, സഹോദരി സഹോദരന്മാരുടെ ഉണ്ട്, അയൽവക്കത്തുകാരുടെ ഉണ്ട്, ഓഫീസിലുള്ളവരുടെ ഉണ്ട്. ഈ സ്വാധീനമെല്ലാം ഉണ്ട്. ആ സ്വാധീനം ഞാൻ പറയുന്ന വാക്കിൽ കൂടെ ഉണ്ടാവുന്ന സ്വാധീനത്തെക്കാൾ വലുതാണെങ്കിൽ ആ വീട്ടിലുണ്ടാവുന്നത് കോൺഫ്ലിക്റ്റ് ആയിരിക്കും. ഗോപാലകൃഷ്ണൻ ആരാ ഇത് പറയാൻ? അല്ലെങ്കിൽ അയാൾ പറഞ്ഞാൽ ശരിയാണെന്നുള്ളതിന് എന്താ തെളിവ്? അയാൾ അല്ലെങ്കിലേ ഒരു പ്രത്യേക രീതിയിലുള്ള ആളാണ്. അയാളൊരു വർഗീയവാദിയാണ്. അയാൾ പറയുന്നത് കേൾക്കുന്ന എന്തിനാന്നൊക്കെയുള്ള കമന്റുകൾ വന്നു വിചാരിക്കാം. എനിക്കൊരു പ്രശ്നമില്ല, നല്ല തൊലിക്കട്ടിയുള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിലാണ് അത് വീണ്ടും പ്രശ്നമാവുന്നത്. അതുകൊണ്ട് നമ്മളെന്തിനാ ഈ വേറൊരുവന്റെ അടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്? ഒരു സന്യാസിയുടെ അടുത്ത് ചെന്നിട്ട് നിരന്തരം കലഹിക്കുന്ന ഭാര്യാഭർത്താക്കന്മാര് ചോദിച്ചു അത്രേ, ഞങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാനും കലഹം ഉണ്ടാവാതിരിക്കാനും വല്ല മന്ത്രമോ ചരടോ ഭസ്മമോ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ പൂജിച്ച് തരുമോ എന്ന്. സന്യാസി തിരിച്ചു പറഞ്ഞു, അങ്ങനെ വീട്ടിൽ കലഹം ഉണ്ടാകാതെ ജീവിക്കാൻ വല്ല മന്ത്രമോ ഭസ്മമോ ചരടോ എനിക്കറിയാമായിരുന്നുവെങ്കിൽ ഞാൻ സന്യാസം സ്വീകരിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്ന്. അപ്പം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് സന്യാസിയല്ല, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് അമ്പലത്തിലെ പൂജാരിയുമല്ല. പ്രശ്നം പരിഹരിക്കേണ്ടത് ജ്യോതിഷ്യനോ അല്ലെങ്കിൽ പ്രശ്നം വയ്ക്കുന്ന ആളോ അല്ല, വാസ്തുവിദ്യക്കാരനോ അല്ല. പ്രശ്നം എവിടെ നിന്ന് ആരംഭിക്കുന്നോ അവിടെ നിന്നാണ് പരിഹാരം കാണേണ്ടത്. അത് നിങ്ങൾ തന്നെയാണ്. അതിന് എല്ലാ മതത്തിലും ഇതുപോലുള്ള പ്രോബ്ലങ്ങളുണ്ട്, ഹിന്ദു ധർമ്മത്തിൽ മാത്രമൊന്നുമല്ല. അപ്പം നമ്മളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം വേറൊരാൾക്ക് ഏൽപ്പിക്കാതിരിക്കുക. ഉപദേശങ്ങളും ബാക്കിയുള്ളതൊക്കെ ചുറ്റുപാടുകൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ആൾക്കാർ തരുന്നത്. അതുകൊണ്ട് രക്ഷാകർത്താക്കളോട് എനിക്ക് എടുത്തു പറയാനുള്ളത്, മക്കൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കുമ്പോഴും എൻ്റെ അറിവിൻ്റെ പരിധിക്കുള്ളിൽ ഇരുന്നു കൊണ്ടാണ് മക്കളെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ വളരുമ്പോൾ കൂടുതൽ കൂടുതൽ അറിവുകളെ ശേഖരിച്ച് കുറേ കൂടി റിഫൈൻഡ് ആയിട്ട് ജീവിക്കണം. ഈ വിഷയത്തിൽ എൻ്റെ അറിവ് കുറവാണ്. ഞാനൊരു പക്ഷേ ഡോക്ടറായിരിക്കാം, ഇപ്പം മെഡിസിനിൽ എൻ്റെ അറിവ് കൂടുതലാണ്. ഞാനൊരു എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ എൻ്റെ അറിവ് കൂടുതലാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ അക്കൗണ്ടൻസിയിലും അക്കൗണ്ടിങ്ങിലുമുള്ള എൻ്റെ അറിവ് കൂടുതലാണ്. പക്ഷേ ജീവിതത്തെക്കുറിച്ച് എൻ്റെ അറിവിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്ന് വ്യക്തമായിട്ട് പറയണം. ഈശ്വരനുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഇന്നലെ ഞാൻ 1 മണിക്കൂർ ഒരു സ്പീച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാത്തത് പറഞ്ഞു കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് പറയണം, എൻ്റെ അറിവിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. നിന്റെ എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല. ഞാനും വളരെ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് ഉത്തരം കണ്ടെത്താം, പ്രശ്നപരിഹാരം കണ്ടെത്താം. നിനക്ക് ആദ്യം കിട്ടുകയാണെങ്കിൽ നീ എന്നെ അറിയിക്കുക, എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാം. പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റണില്ല എന്ന് പറഞ്ഞുകൊണ്ട് 100% അമ്മമാരും എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഉത്തരം അറിയാത്തത് ഉത്തരം അറിഞ്ഞുകൂടെന്ന് മക്കളോട് പറയണം. അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അറിയാവുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറയണം. ഇത് കുറെ കൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. അമ്മയ്ക്കത് പറ്റിയിട്ടില്ല, അച്ഛനത് പറ്റിയിട്ടില്ല എന്ന് പറയണം. അവരുടെ വെല്ലുവിളി നിങ്ങളോടല്ല, വിശ്വാസത്തോടാണ്. അതിൻ്റെ ഉത്തരം കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് നിങ്ങൾ ധരിപ്പിച്ചു വെച്ചു. എനിക്ക് അറിഞ്ഞുകൂടാത്തതിന് ഉത്തരം തരാൻ എനിക്ക് ബാധ്യതയില്ല എന്നുകൂടി കുട്ടികളെ അറിയിക്കണം. കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചറുടെ അടുത്ത് ഫിസിക്സിൻ്റെയോ ബയോളജിയുടെയോ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ആ കുട്ടികളെ നോക്കാനും അവരെ സ്നേഹിക്കാനും അവരോട് കാണിക്കുന്ന സ്നേഹം അത് കാണിക്കാനും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കണം, ദുഃഖമുണ്ടെങ്കിൽ ദുഃഖം പ്രകടിപ്പിക്കണം, സന്തോഷമുണ്ടെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കണം, സംശയമുണ്ടെങ്കിൽ സംശയം പ്രകടിപ്പിക്കണം, അറിവുണ്ടെങ്കിൽ അറിവ് പ്രകടിപ്പിക്കണം കെയർഫുള്ളായിട്ട്. അല്ലാതെ അറിവുണ്ട് ഞാനൊന്നും മിണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ഏത് വികാരമാണോ ഉള്ളത് നിയന്ത്രിതമായ രീതിയിലാണെങ്കിലും അതിന് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുമെങ്കിൽ അത് പ്രദർശിപ്പിക്കണം. ദേഷ്യം വരുമ്പോൾ പ്രദർശിപ്പിക്കാറില്ലേ? അതേപോലെ സന്തോഷം പ്രദർശിപ്പിച്ചാൽ എന്താ കുഴപ്പം? നല്ല രീതിയിൽ നമുക്ക് ജീവിച്ചൂടെ? സ്നേഹം മനസ്സിനകത്ത് വെക്കുന്നതിന് പകരം മക്കളോടൊക്കെ ഒരു സുഹൃത്തിനെ പോലെ പെരുമാറാൻ സാധിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ 2 മക്കളോടും അങ്ങനെയാണ്. അവരെനിക്ക് ഫ്രണ്ട്സാണ്. ഞാൻ എല്ലാ കാര്യവും പറയും. നിർബന്ധമായിട്ടും എൻ്റെ സംശയങ്ങൾ
10 സംശയമുണ്ടെങ്കിൽ 10 എൻ്റെ മക്കളോട് ഞാൻ ചോദിക്കും. അത് തന്നെയാണ് അവർക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നുക. അച്ഛൻ അറിയാത്ത കാര്യങ്ങൾ എന്നോട് ചോദിക്കും, ഞങ്ങൾക്കറിയാത്തത് അച്ഛനോട് ചോദിക്കും. ഈ ഷെയറിങ്ങും കെയറിങ്ങും ക്യൂറിങ്ങും സാധിച്ചാൽ ഒരു വീട്ടിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുട്ടികളല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മാതാപിതാക്കളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ കൊട്ടാരക്കര ഗണപതിക്ക് 100 അപ്പം, ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ 250 അപ്പം കൊടുത്താൽ മതി എന്നുള്ള ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ 10 റാങ്കിന്റെ ഉള്ളിൽ വരാൻ എത്ര അപ്പം കൊടുക്കണം എന്നല്ലേ കുട്ടികൾ ചോദിക്കുള്ളൂ. അപ്പം കൊടുത്തിട്ട് റാങ്കും ഡിസ്റ്റിങ്ഷനും ഒക്കെ കിട്ടുന്നു എന്നുള്ള ധാരണ ഉണ്ടാക്കുന്ന മാതാപിതാക്കളല്ലേ. അതിന്റെ അർത്ഥം അമ്പലത്തിലേക്ക് പോകരുത്, തൊഴരുത് എന്നല്ല, അതെല്ലാം വേണം. അതിന്റെ ഉദ്ദേശ ലക്ഷ്യം കൂടി പറഞ്ഞു കൊടുക്കണം. ആ മനസ്സിന് ഉറച്ച ഇത് വരാനും ദുഃഖങ്ങളും തളർച്ചയും വരുമ്പോൾ ഈ വിശ്വാസം നമ്മളെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കും, ശക്തന്മാരാക്കും എന്നുള്ളതിനാണ് അമ്പലത്തിൽ പോകുന്നതെന്ന് പറഞ്ഞു കൊടുത്തു നോക്കൂ. കൗണ്ടർ ചോദ്യം വരില്ലല്ലോ. ഇനി കൗണ്ടർ ചോദ്യം വരികയാണെങ്കിൽ അതിന് എനിക്കറിയാവുന്ന ഉത്തരം ഇതാണ്, ഇതിനേക്കാൾ നല്ല ഉത്തരവുണ്ടാവും എന്നും കൂടി പറഞ്ഞു നോക്കാം. അതേപോലെ കുട്ടികളോട് സ്നേഹം കാണിക്കുന്ന മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടും അവര് പറയുന്ന ഷവർമയും ഇറച്ചിയും ചോരയും ഒക്കെ വേവിച്ചും വറുത്തും ഒക്കെ കൊടുത്തിട്ടല്ല സ്നേഹം കാണിക്കുക. സ്നേഹം കാണിക്കുന്നത് സ്നേഹത്തിന്റെ രീതിയിലൂടെയാണ്. തിന്നാൻ കൊടുക്കുന്നതും വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം കൊടുത്തിട്ട് ഞങ്ങളോ ജീവിതത്തിൽ ദുഃഖകരമായിട്ടാണ് വളർന്നത്, വേദന സഹിച്ചാ വളർന്നത്, നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു കാരണവശാലും അങ്ങനെ പറയാതിരിക്കുക. മക്കൾക്ക് എന്തൊക്കെ വേണം, അവർക്ക് എങ്ങനെ വളരണം എന്നൊക്കെ അവർ ഭാവിയിൽ തീരുമാനിച്ചോളും. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരാളെ കേട്ടു, 5ാമത്തെ വീട് അയാൾ വാങ്ങിക്കുന്നത്. മദ്രാസിലൊരു വീടുണ്ട്, ഒരു ലാൻഡ് വാങ്ങിച്ചു, ബോംബെയിൽ 3ാമത്തെ ഫ്ലാറ്റ് വാങ്ങിച്ചു. ഇത്രയുമൊക്കെ എന്തിനാ വാങ്ങിച്ചു കൂട്ടുന്നത്? ജീവിക്കുന്ന കാലത്ത് ഭംഗിയായിട്ട് ജീവിക്കാതെ മരിച്ചു പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? അതൊക്കെ അമേരിക്കക്കാരെ കണ്ടുപിടിക്കണം. ഒരു വീട് ആവശ്യം കഴിഞ്ഞു, അത് വിറ്റു, അടുത്ത വീട്. ഇത്രയും പൂത്ത പൈസ മക്കളുടെ പേരിൽ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് മക്കൾ വളരുമ്പോഴത്തേക്കും പിന്നീട് അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാവുന്നത്. ഇപ്പോ നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും വെള്ളം ഒടിക്കുന്നുണ്ടെങ്കിൽ കാരണം അന്വേഷിച്ച് സോൾവ് ചെയ്യുക. നമ്മുടെ മക്കൾ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ മിസ്ബിഹേവ് ചെയ്യാതിരിക്കാൻ പാകത്തിനുള്ളത് പറഞ്ഞു കൊടുക്കുക. ജീവിതത്തിലെ പുത്രധർമ്മം പുത്രീധർമ്മം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനാണ് അമ്മയുടെ ധർമ്മത്തെ മാതൃധർമ്മം എന്നും അച്ഛന്റെ ധർമ്മത്തെ പിതൃധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉണ്ടാകാതിരിക്കാനും എനിക്ക് ഇമെയിൽ വഴിക്കും കത്ത് വഴിക്കും ജീവിതത്തിൽ ഞങ്ങൾ മാറിക്കോളാം എന്ന് എഴുതിയ അച്ഛന്മാരോടും അമ്മമാരോടും എല്ലാവരോടും പറയുന്നു, പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് വീട്ടിൽ നിന്നാണ്, അത് പരിഹരിക്കേണ്ടതും വീട്ടിൽ നിന്ന് തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.